ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ് ആണ്. സോ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്ന ഫാബ്രിക് ഒരു ജോർജറ്റിൽ നല്ല ഷൈനിങ് വരുന്ന, അതിൻ്റെ ക്ലോത്തിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല. അപ്പം അവിടെ ചെന്ന് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്തതാണ്. കസ്റ്റമർ പറഞ്ഞു ബ്ലാക്കും ഇങ്ങനത്തെ ഒരു ടൈപ്പ് വേണമെന്ന്. അപ്പം ബ്രൊക്കേഡിൻ്റെ ടൈപ്പാണ് ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു സിൽവർ ഡിസൈനൊക്കെ വരുന്നതാണ് ആ ഒരു ഫാബ്രിക്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ലൈനിങ് ക്ലോത്താണ് ഫസ്റ്റ് രണ്ട് ബാക്കും ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്ത് മാറ്റിയത്. അതിനുശേഷം എന്താണ് മെയിൻ ക്ലോത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ ഒരു ലൈനിങ് തുണി വെച്ചിട്ട് അതേ ഇതിൽ വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് അതിനുശേഷം ഞാൻ സ്ലീവാണ് കട്ട് ചെയ്തത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് എന്നുണ്ട് അതിനെ ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി, അതിനുശേഷം അതിൻ്റെ ആം ഹോൾ എത്രയാണോ നോക്കിയിട്ട് അതിന് ലെങ്തൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് കുറച്ചൊന്ന് ലെങ്ത് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കട്ട് പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ സ്കേർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്കേർട്ടിൻ്റെ ലൈനിങ് വേണമല്ലോ. അപ്പം ലൈനിങ്ങായിട്ട് ക്രേപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ക്രേപ്പ് ഒരു 4ആയിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും അതിനെ കോണായിട്ട് ഇട്ടിട്ടാണ് അതിൻ്റെ ലെങ്ത് അളന്ന് മാർക്ക് ചെയ്ത് വെട്ടിയെടുത്തത്. സ്കേർട്ടിൻ്റെ ആ ഒരു ഹിപ്പ് ഭാഗത്തെ ആ ഒരു വിട്ട് അതിൻ്റെ 4/1 എടുത്തിട്ട് വേണം ആ ഒരു ഹിപ്പിൻ്റെ പോർഷൻ വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻ ക്ലോത്ത് വെട്ടാൻ ഇത് ലെങ്ത് ഇച്ചിരി കൂടുതൽ 5.5 മീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അവിടെ ഒരു ടേബിളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് അറയിലിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല വിശാലമായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു ഹിപ്പിൻ്റെ പോർഷൻ ആ ഒരു വെട്ടിയെടുത്ത് ആ ഒരു 4/1 വെട്ടിയെടുത്തിട്ടുള്ളത്. 4/1 ഇപ്പം ഒരു കോണായിട്ട് മടക്കുവാണെങ്കിൽ അത് 8/1 മാറും. അതിനുശേഷം ആ ഒരു സ്കേർട്ടിൻ്റെ ആ ഒരു ജോയിൻ്റ് ചെയ്യുന്ന ആ ഭാഗത്തെ ആ ഒരു ക്ലോത്ത് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു. അതിനുശേഷം അതിനെ രണ്ടായിട്ട് മടക്കി ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കണമെങ്കിൽ കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ മൊത്തത്തിൽ രണ്ടായിട്ട് മടക്കി ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സ്കേർട്ട് വെട്ടിയെടുത്തല്ലോ അതിൻ്റെ ലൈനിങ്ങിനെ തമ്മിൽ യോജിപ്പിച്ച് ആ രണ്ട് സൈഡും യോജിപ്പിച്ച് ഒന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം മെയിൻ ക്ലോത്തും ഇതേപോലെ തന്നെ ഇതിൽ കാണുന്നത് പോലെ രണ്ട് സൈഡും ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ രണ്ട് പോർഷനും കൂടെ ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം തന്നെ ആ ഒരു സ്കേർട്ടിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് പോലെ ആ ഒരു രണ്ട് സൈഡും ഈ ഒരു ഓപ്പൺ വരുന്ന ഈ ഭാഗത്തിൻ്റെ അത്രയും പോർഷൻ അടിച്ചു കൊടുക്കണം. ബാക്കി അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചെടുത്താൽ അത് ലാസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു എൻഡിങ് പോർഷൻ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ സ്കേർട്ട് കഴിഞ്ഞതിന് അപ്പോൾ അതിനുശേഷം ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ക്രോപ്പ് ടോപ്പിൻ്റെ ആ ഒരു നെക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഒരു നല്ല ഫിനിഷിങ് തന്നെ നെക്ക് പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടി ഒന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടി ഒന്ന് പതിച്ചൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നെക്ക് കണ്ടോ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പ്രിൻസസ് കട്ട് നല്ല അളവൊക്കെ എടുത്തു. അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവ് മെഷർമെൻറ്റ്സൊക്കെ വെച്ചിട്ട് ഒന്ന് വരച്ചെടുത്തതിൻ്റെ കൂട്ടത്ത് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തിട്ട് അതിനെ മടക്കിയിട്ടാണ് ഈ ഒരു പ്രിൻസസ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം പ്രിൻസസ് കട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിൻസസ് കട്ട് നല്ല വൃത്തിക്കൊന്ന് ആ ഒരു ലൈനിൽ കൂടെ തന്നെ തെറ്റാതെ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു പ്രിൻസസ് കട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു സ്ലീവ് കുറച്ചൊന്ന് വന്നില്ലേ ലെങ്ത്. അപ്പോൾ അതിലൊരു ജോയിൻറ്റ് പീസ് ആ ഒരു സെപ്പറേറ്റ് പീസ് വെച്ച് അടിക്കുന്നതാണിത്. നെക്സ്റ്റ് ഷോൾഡർ ജോയിൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷോൾഡർ ജോയിൻ്റെ ആ ഒരു ലൈനിങ് പോർഷനും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാണ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തത്. അതിന് തമ്മിൽ ജോയിൻറ്റ് ചെയ്താണ്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു ഷോൾഡർ കിട്ടി. അതിനുശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല വശം ചേർത്ത് വെച്ചാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതിൻ്റെ പകുതിക്ക് എടുത്തിട്ടാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം സിബ് മുന്നേയും സ്റ്റിച്ച് ചെയ്യും. ഞാൻ അതിന് ശേഷമാണ് സിബ് സ്റ്റിച്ച് ചെയ്തത്. വിട്ടുപോയതാണ്. അതിനുശേഷം അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ പറഞ്ഞാൽ മതി, പിന്നീട് ഒരിക്കൽ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ആ ഒരു ഭംഗി കണ്ടില്ലേ. അപ്പോൾ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് നല്ല ഭംഗി. അപ്പോൾ സ്കേർട്ട് വന്നിട്ട് ഇങ്ങനെയാണ്. നല്ല ഫ്ലെയറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു 5.5 മീറ്ററൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഫ്ലെയറിലാണ് സ്കേർട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ടാറ്റ ബൈ ബൈ.